രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് AICC മുൻ അധ്യക്ഷ സോണിയാഗാന്ധി. രാജസ്ഥാനിൽ നിന്നാണ് സോണിയ രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ എന്നിവർക്കൊപ്പം ജയ്പൂരിൽ എത്തിയാണ് സോണിയാഗാന്ധി നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചത്. രാജസ്ഥാനിൽ നിന്ന് ഒരു സീറ്റിലാണ് കോൺഗ്രസിന് രാജ്യസഭയിലേക്ക് ജയിക്കാൻ സാധിക്കുക. 25 വർഷം ലോക്സഭ MP ആയിരുന്ന സോണിയയുടെ ആദ്യ രാജ്യസഭാ ടേം ആയിരിക്കും ഇത്. 15 സംസ്ഥാനങ്ങളിൽ നിന്ന് 56 സീറ്റുകളാണ് രാജ്യസഭയിൽ ഒഴിവ് വരുന്നത്. ഫെബ്രുവരി 27-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 3 സീറ്റുകളാണ് രാജസ്ഥാനിൽ ഒഴിവ് വരുന്നത്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഒഴിയുന്ന സീറ്റിലേക്കാണ് സോണിയ മത്സരിക്കുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സോണിയ ഉൾപ്പെടെയുള്ള 4 സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ബീഹാറിൽ നിന്ന് അഖിലേഷ് പ്രസാദ് സിംഗ്, ഹിമാചൽ പ്രദേശിൽ നിന്ന് അഭിഷേക് മനു സിംഗ്വി, മഹാരാഷ്ട്രയിൽ നിന്ന് ചന്ദ്രകാന്ത് ഹൻഡോർ എന്നിവരും മത്സരിക്കും. 1964 മുതൽ 1967 വരെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യസഭയിൽ അംഗമായിരുന്നു. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൻ്റെ അവസാന മത്സരമായിരിക്കുമെന്ന് സോണിയാഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു. സോണിയയുടെ തട്ടകമായ റായ്ബറേലിയിൽ ഇത്തവണ മകളും ICC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്നാണ് സൂചന. എന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് ഔദ്യോഗികമായി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. 1999-ൽ ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്നും കർണാടകയിലെ ബെല്ലാരിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സോണിയാഗാന്ധി 2004-ൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മണ്ഡലം മാറുകയായിരുന്നു.